ഗുഡ് മോർണിംഗ്. ഇന്ന് കുറച്ചധികം നേരത്തെ എണീറ്റൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എണീറ്റ വഴിക്ക് ചോറ് വേവിക്കാനുള്ള വെള്ളം വെച്ച് അത് ചൂടായി വന്നപ്പോൾ നമ്മുടെ അരി കഴുകിയിട്ടു കേട്ടോ. അപ്പോൾ കിട്ടിയ പാത്രം ചീഞ്ചട്ടിയായിരുന്നു. അപ്പോൾ അതിലങ്ങോട്ട് അരി കഴുകിയിട്ടു. പിന്നെ ഞാൻ ഇന്നലെ രാത്രി തന്നെ നമ്മുടെ സോയൊക്കെ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. പിന്നെ നമ്മുടെ കേബേജ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എന്താ പറയുക സോയ വറുക്കാൻ വെച്ചു കൂട്ടാം. പിന്നെ നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കേബേജിലേക്ക് നാളികേരം ചുവന്നുള്ളിയും പിന്നെ നല്ല ജീരകവും പച്ചമുളകും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തത് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചു കൂട്ടാം. പിന്നെ ഈ ചട്ടി രണ്ടും നമ്മൾ ഇന്നലെ മേടിച്ചതാണ് കേട്ടോ. നമ്മുടെ ഷോപ്പിലേക്ക് പോണ വഴിയിൽ തന്നെ അവിടെ ഈ ചട്ടി ഉണ്ടാക്കണ ആളുകളുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇനി ചട്ടി മയക്കണം കേട്ടോ. നമുക്ക് ചട്ടി മയക്കാൻ ഒരു ഒഴിവ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ മയക്കാന്ന് വിചാരിച്ച് വെച്ചേക്കാം. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് നമ്മൾ അരി കഴുകിയിട്ടുള്ള വെള്ളമല്ലേ അത് ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ച് 2-3 വട്ടം അങ്ങനെ തിളപ്പിച്ച് വറ്റിച്ചിട്ട് അങ്ങനെ മയക്കിയാൽ മതി എന്നാണ് പറഞ്ഞു. ഇനിയിപ്പോൾ അതല്ലാണ്ട് വേറെ ഏതെങ്കിലും രീതിയിൽ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഞാൻ കേബേജ് വറവിട്ടിട്ട് വേവിക്കാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ വാതിൽ തുറന്ന് വന്ന് നമ്മുടെ സുടുമോളേനെ ഒന്ന് അഴിച്ചിട്ടിട്ടുണ്ട്. അവളുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അഴിച്ചിട്ടത്. അവൾ നേരെ അകത്തേക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുറ്റൊക്കെ ഒന്ന് ഇന്നലെ കഴുകി ഈ പ്രഷർ പൈപ്പില്ലേ അത് കൊണ്ടുവന്നിട്ട് മൊത്തത്തിൽ നമ്മുടെ ഈ മതിലിൻ്റെ സൈഡൊക്കെ നല്ലപോലെ പൂപ്പൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മുടെ ഊഞ്ഞാലിൻ്റെ മുകളിലൊക്കെ നല്ലപോലെ പൂപ്പൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ പെയ്തിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ മുതലിനെ അന്വേഷിച്ച് അകത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് ആ കട്ടിലിൻ്റെ അടിയിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വായോ എന്ന് പറഞ്ഞപ്പോൾ നേരെ പുറത്തേക്ക് വന്ന അവൾ നേരെ നമ്മുടെ വഴിയില്ലേ ഗേറ്റിൻ്റെ അവിടേക്ക് ഓടിപ്പോയി. അപ്പോൾ ഞാൻ പിന്നാലെ പോയി നോക്കി കഴിഞ്ഞാൽ ഗേറ്റ് തുറന്ന് കിടക്കുകയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗേറ്റ് തുറന്ന് കിടക്കല്ല, അവൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് അകത്തേക്ക് കയറി വന്നപ്പോൾ എൻ്റെ പിന്നാലെ കയറി വന്നിട്ട് നേരെ പോയത് കട്ടിലിൻ്റെ അടിയിൽ ചെന്ന് കിടക്കാനാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഒരു പേടി പോലെയൊക്കെ സുഡുവിന് നേരെ കട്ടിലിൻ്റെ അടിയിൽ പോയി കിടക്കണം. ഞാൻ കുറേ വിളിച്ചിട്ടും പിന്നെ അവൾ വന്നില്ല. കുറേ നേരം അവൾ അവിടെ തന്നെ കിടന്നു കേട്ടോ. പിന്നെ എനിക്ക് അവളെ നോക്കി നിൽക്കാനുള്ള നേരമില്ല, വേഗം ഷോപ്പിലേക്ക് പോകണം. അപ്പം ഞാൻ ചോറും കാര്യങ്ങളൊക്കെ പാത്രത്തിലാക്കി നമ്മുടെ ചീയക്കുട്ടി ഇരുന്ന് അത്തക്കളിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുടുമോളനെ അത്തക്കളം കാണാൻ വായോ എന്ന് പറഞ്ഞപ്പോൾ സുടുമോള് വന്നിട്ട് ഇവിടെ നമ്മുടെ ഉമ്മറത്ത് ചാരിപ്പടിയുടെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. പക്ഷേ അവൾ കയറി ഇരുന്നിട്ട് അവൾ ഇതേപോലെ ഇങ്ങനെ കരയാണ്. എന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല. ഞാൻ വയറ് വേദനിച്ചിട്ടാണോ പേടിച്ചിട്ടാണോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേപോലെ ഇറങ്ങിയിട്ട് പുറത്ത് പോയി നോക്കുന്നുണ്ട്. ആകെ അങ്ങനെ പരതുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് നേരെ അവൾ അകത്തേക്ക് ഓടുന്നുണ്ട്. അവിടെ പോയി നോക്കുന്നുണ്ട്. പിന്നെ അവിടെ പോയിട്ടും അതേ സ്പീഡിൽ തന്നെ പുറത്ത് വന്നിട്ട് പിന്നെ നമ്മുടെ ചാരിക്കസാരല്ലേ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുക. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു പതിവില്ലാത്ത സംഭവങ്ങളൊക്കെ നമ്മുടെ സുടുമോളൊന്ന് കാണിച്ചു കൂട്ടുണ്ട്. പിന്നെ കാര്യമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാനും അവളെ ആശ്വസിപ്പിക്കാനും ഒന്നുള്ള നേരമില്ല. അങ്ങനെ ആശ്വസിപ്പിച്ച് അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ ഇങ്ങനെ കൂടുതൽ കരച്ചിൽ കൂടുകയാണ് അവൾക്ക്. അപ്പം പിന്നെ ഞാൻ വേഗം അവൾക്ക് ദോശ ഉണ്ടാക്കിയിട്ട് 2 ദോശ കൊടുന്നു കൊടുത്തു. അതൊക്കെ കഴിച്ചു കേട്ടോ. അതിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മുടെ ചീയക്കുട്ടി അത്തകളിടൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ.